ഇത് 2024 CHSലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് ABC. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് ABC ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ദെൻ ആംഗിൾ A ആണ് 90 ഡിഗ്രി. അതായത് ഇത് A, ദെൻ ഇത് B, ഇത് C 90 ഡിഗ്രി ആയി. AD പെർപെൻഡിക്കുലർ ടു BC. AD പെർപെൻഡിക്കുലർ ടു BC. AD പെർപെൻഡിക്കുലർ ടു BC. ഓക്കെ, AD പെർപെൻഡിക്കുലർ ടു BC ആണ്. ABC, ട്രയാങ്കിൾ ABC, വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 63 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ACD, ചെറിയ ട്രയാങ്കിൾ, ഈ ACDന്റെ ഏരിയ 7 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ AC എന്ന് പറയുന്നത് 5 ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BC. ഓക്കെ, ഞാൻ സപ്പോസ് വലിയ ട്രയാങ്കിളിൽ ഈ ഒരു ആംഗിൾ തീറ്റ എന്നെടുത്തു കഴിഞ്ഞാൽ ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇനി ഞാൻ ഈ ചെറിയ ട്രയാങ്കിളിൽ ഇത് 90 ആണല്ലോ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 60 മൈനസ് തീറ്റ എന്ന് പറഞ്ഞു വരും. ചെറിയ ട്രയാങ്കിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് 60 മൈനസ് തീറ്റ എന്ന് പറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതിൽ 3 ആംഗിളുകൾ, ചെറിയ ട്രയാങ്കിളിലെ 3 ആംഗിളുകൾ സെയിം ആണ്. അതായത് ACDയും ABCയും ABDയും സിമിലർ ആണ്. എല്ലാ ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണ്. ഇത് സിമിലർ ആണ്. ABC സിമിലർ ടു ABD ആണ്. ACD സിമിലർ ടു ABC ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BC ആണ്. അപ്പോൾ ഞാൻ തന്നിട്ടുള്ള ട്രയാങ്കിൾ ACD ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്, പിന്നെ ABCയും. അപ്പോൾ അവരുടെ ഏരിയയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. ഏരിയയുടെ റേഷ്യോ വലിയ ട്രയാങ്കിളിലെ ചെറിയ ട്രയാങ്കിളിലെ ഏരിയയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. 7:7ഉം 63. അപ്പോൾ ഞാൻ ഏരിയയുടെ റേഷ്യോ 7/63, അതായത് ACDയുടെയും ABCയുടെയും ഏരിയയുടെ റേഷ്യോ 7/63, 1/9. നമുക്കറിയാം, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അവരുടെ സൈഡിൻ്റെ റേഷ്യോയിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ത് വരാൻ പോകുന്നത്? സൈഡിൻ്റെ റേഷ്യോൻ്റെ സ്ക്വയർ ആയിരിക്കും ഏരിയയുടെ റേഷ്യോ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൻ്റെ റേഷ്യോ കിട്ടും. എത്ര വരും? 1:3 എന്ന് പറഞ്ഞു വരും. 1:3 എന്ന് പറഞ്ഞു വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട BC ആണ്. BC എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് ആണ്. BC എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ചെറിയ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്, അതായത് ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 ആണ്. ഇതിൻ്റെയും റേഷ്യോ എന്ത് തന്നെയായിരിക്കും വരാൻ പോകുന്നത്? ഈ പറയുന്ന 1/3 തന്നെയായിരിക്കും വരാൻ പോകുന്നത്. സോ അവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് BCന്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു കിട്ടും? 15 എന്ന് പറഞ്ഞു കിട്ടും. സോ 15 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഒന്നുമില്ല, കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇത് ഡയറക്റ്റ്ലി സിമിലർ ആണെന്നുള്ള ഐഡിയ കിട്ടും. സിമിലർ ആണെന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും.